നമ്മളെ കഴിഞ്ഞ ദിവസം ഏറെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറെ പ്രതിഷേധമുണ്ടാക്കിയൊരു വിഷയമായിരുന്നു കോഴിക്കോട് NIT-യിൽ സംഭവിച്ചത്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ നാദൂറാം വിനായക് ഗോഡ്സെയ്ക്ക് പിന്തുണ പറയുന്ന അധ്യാപികയുടെ സമൂഹ മാധ്യമത്തിലെ കമന്റ് വലിയ വിവാദമാകുന്നു. അവർ ആ കമന്റിൽ ഉറച്ചു നിൽക്കുന്ന, അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം സ്വാഭാവികമായും SFI-യും DYFI-യും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അവർക്കെതിരെ കുന്നമംഗലം പോലീസ് SFI-യുടെ പരാതിയിൽ കേസെടുക്കുന്നു. ഇന്നിപ്പോൾ സർവകലാശാലയല്ല NIT-യിലേക്ക് വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് SFI-യുടെ ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഈ ഷൈജ ആണ്ടവൻ എന്ന പ്രൊഫസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇതുവരെ ഒരു വിശദീകരണം തേടി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നിലപാടും ഷൈജ ആണ്ടവനെതിരെ കോഴിക്കോട് NIT സ്വീകരിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. ജോഷില കോഴിക്കോടും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. എന്താണ് കോഴിക്കോട് NIT-യിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ തോതിൽ വിവാദങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് കോഴിക്കോട് NIT എന്ന് പറയുന്നത്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ജോഷില, രണ്ട് കാര്യം. ഒന്ന്, ഈ കോഴിക്കോട് NIT വലിയ തോതിൽ വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ് അവരുടെ സംഘപരിവാർ അനുകൂല കാഴ്ചപ്പാടിൻ്റെ പേരിൽ. ഇപ്പോൾ ഈ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടെ കാവി നിറത്തിലുള്ള ഭൂപടം വരയ്ക്കുകയും അത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിദ്യാർത്ഥിയെ പിന്നീട് സസ്പെൻഡ് ചെയ്യുന്നത് കണ്ടതാണ്. അതിനു പുറകെയാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഘാതകനെ, കൊലപാതകിയെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഒരു അധ്യാപിക, പ്രൊഫസർ സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്യുന്നത്. വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് NIT. എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ് ആ പ്രൊഫസറുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഷൈജ ആണ്ടവന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഇത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണോ? SFI അടക്കം പരസ്യ പ്രതിഷേധത്തിന് രംഗത്തിറങ്ങുകയാണോ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ NIT ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ കാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വൈശാഖ് എന്ന വിദ്യാർത്ഥിക്കെതിരെ, ഇത് രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് എന്തിയ വൈശാഖ് എന്ന വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിച്ച NIT അധികൃതരുടെ മനോഭാവം, ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നപ്പോഴാണ് വൈശാഖ് എന്ന വിദ്യാർത്ഥിക്കെതിരെയുള്ള സസ്പെൻഷൻ പിൻവലിക്കാൻ അധികൃതർ തയ്യാറായത്. അതിന്റെ തൊട്ട് പിന്നാലെയാണ് അടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഷൈജ ആണ്ടവൻ എന്ന ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് ഷൈജ ആണ്ടവൻ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഒരു നവമാധ്യമത്തിൽ കമന്റ് ഇട്ടിരിക്കുന്നു. എന്നാൽ ഈ കമന്റ് പിൻവലിക്കാൻ അധ്യാപിക ഇതുവരെ തയ്യാറായിട്ടില്ല. താൻ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്നാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു കമന്റ് ഇടാൻ പ്രേരണയായത് എന്ന് വിശദീകരിക്കുക മാത്രമാണ് അധ്യാപിക ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം ജനുവരി 30-നാണ് ഇത്തരത്തിൽ ഒരു കമന്റ്, അതായത് ഒരു വർഗീയത പ്രചരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈലിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഗോഡ്സെയുടെ ചിത്രത്തിന് താഴെയാണ് ഇത്തരത്തിൽ ഒരു കമന്റ് അവർ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുന്നമംഗലം SHO ഇവിടെ എത്തുകയും അധ്യാപികക്കെതിരെ കേസെടുക്കുകയും അധ്യാപികയെ ചോദ്യം ചെയ്യാനായി NIT-യിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ ലീവായിരുന്നു. പോലീസ് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് അധ്യാപികയെ അറിയിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും SFI അടക്കമുള്ള സംഘടനകൾ പ്രക്ഷോഭവുമായി, കൂടുതൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് 12 മണിയോടുകൂടി SFI പ്രതിഷേധ മാർച്ച് NIT-യിലേക്ക് സംഘടിപ്പിക്കും. DYFI മറ്റന്നാൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിന് കാരണമായി മാറുകയാണ് NIT എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് NIT-യെ വർഗീയവൽക്കരിക്കുന്ന നിലപാട് അധികൃതരിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ വൈശാഖിനെതിരെ നടപടി സ്വീകരിച്ച ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ കൂടിയായിരുന്നു ഈ ഷൈജ ആണ്ടവൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഒരു കുട്ടിയോട് ഭിന്നത കാണിച്ചുകൊണ്ട് തന്നെ, അതായത് വർഗീയവാദി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് എന്നുള്ളത് കൂടി SFI വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NIT അധ്യാപികയെ പുറത്താക്കണം എന്ന് SFI ആവശ്യപ്പെടുന്നതും. മനു. ശരി ജോഷില, ഏതായാലും ജോഷിലയാണ് കോഴിക്കോട് NIT-യിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്.